അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോകണേ. നമ്മളിന്ന് വെച്ചാൽ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. ഇതെൻ്റെ സിസ്റ്ററുമുള്ള ടൈപ്പിൽ നമ്മൾ സ്കൂളിലേക്കായിട്ടാണ് പോകുന്നത്. ഞാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ കാലഘട്ടമായ ആ ഒരു നൊസ്റ്റാൾജിയക്ക് തിരിച്ചു പോകാനായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ തുടക്കം സ്കൂൾ വാനിൽ നിന്ന് തന്നെ അകന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ സിസ്റ്റർ മോളുടെ സ്കൂൾ വാനിലാണ് ഞാൻ പോയിട്ടുണ്ടായത്. കാരണം വേറൊന്നുമില്ല, എൻ്റെ വീട് പട്ടിക്കാട്ടിലാണെന്നാണ് എൻ്റെ ഭർത്ത് പറയപ്പെടുന്നത്. അത് സത്യമാണ് ഗൈസ്. കാരണം ടൈമിങ്ങിന് മാത്രമേ ബസ്സുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഞാൻ പോകുന്ന ടൈമിങ്ങിന് എനിക്ക് പ്രത്യേകിച്ച് ബസ്സൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ സ്കൂൾ വാനിലായിട്ടാണ് പോയിട്ടുണ്ടായത്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. 18 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ടുള്ള സ്വീകരണം, നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു സ്വീകരണമൊക്കെ എനിക്ക് തരുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ സ്കൂൾ വാനിലാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആ വാന് ലോകത്തുള്ള എല്ലാ കുട്ടികളെയും എടുത്തിട്ടാണ് എൻ്റെ സ്ഥലത്ത് കൊണ്ടേ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവർ പറഞ്ഞതിലും വെച്ച് ടൈം ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഞാൻ 15 വർഷത്തെ ചീത്ത മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു തുടക്കമൊക്കെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അവർ തന്ന സ്വീകരണം അതായിരുന്നില്ല. പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിരുന്ന ഭൂലോകത്തുള്ള എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ ഡ്രൈവർ ചേട്ടനും കണ്ടക്ടർ ചേട്ടനും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഭയമൊക്കെ തന്ന് തിരിച്ചു വരുമ്പോൾ ഈ ബസ്സിൽ തന്നെ കയറണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളൊരു ഫാം ഹൗസിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇങ്ങനെ ട്രിപ്പ് എത്തുന്നത്. എന്നിട്ടും നമ്മുടെ കൂടെ വേറെ 2 പേരും കൂടെ ഇല്ല കേട്ടോ. അവർക്ക് കുറച്ച് സാങ്കേതിക തകരാറുകൾ മൂലം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ സൺവാലി എന്ന് പറയുന്ന ഒരു ഫാം ഹൗസിലേക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ പോകുമ്പോൾ തന്നെ കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നി ഈ പെറ്റ്സ് കാണാനാണോ ഇത്രയും രൂപ കൊടുത്ത് ഇവിടെ വന്നതെന്ന്. കൊടുത്ത പൈസയ്ക്ക് അത്ര വെറുത്തല്ല എന്നൊക്കെ തോന്നിപ്പോയെങ്കിലും സ്ഥലങ്ങളെക്കാൾ കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരല്ലേ എന്ന ഒറ്റ ചിന്ത കൊണ്ട് മാത്രം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുന്നത് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ അപാരതൊക്കെ അത്ര മാത്രം കേസ്. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ LKG പിള്ളേരാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിന് മൊത്തത്തിലിരുന്ന് ആട്ടിയിട്ട് അവർ മൊത്തത്തിലിരുന്ന് ആടെടുക്കായി. ഒരു ക്ലാസ്സിൽ പഠിച്ച് പല പാത്രത്തിൽ കഴിച്ചതുകൊണ്ടും ഞാൻ മൊത്തത്തിൽ നേരം വൈകിയതുകൊണ്ട് എനിക്കിതൊക്കെ കേൾക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ പോയപ്പോൾ നമുക്ക് അവർ തന്നിട്ടുണ്ടായി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ഡ്രിങ്ക് കേട്ടോ. അവിടെ തന്നെ വളർന്ന് അവിടെ തന്നെ പൂവിട്ട് അവിടെ തന്നെ കഴിച്ച മാംഗോ നിന്ന് എടുത്ത മാംഗോ ഡ്രിങ്ക് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഏലക്ക ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡ്രസ്സും ബാഗുകളൊക്കെ വെക്കാനുള്ള റൂമിൻ്റെ അടുത്തേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു 18 വർഷത്തെ നീണ്ട ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ 1, 2, 3, 4, 5 ഒന്നുമല്ല, ഒരു 18 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ഏജ് കൊണ്ട് മൂത്ത് ഇതേബിളാണെങ്കിലും ആളുകൊണ്ട് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഏത് ഗ്യാപ്പിൽ കൂടെ നുഴഞ്ഞു കയറിപ്പോട്ടാം. പിന്നെ ആൾ ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ ഞാനും ഇവളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും 18 വർഷത്തെ മാത്രമുള്ള 21 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങളൊരു 3ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ബാക്കിയുള്ളവരും 5ാം ക്ലാസ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി റൂമിൽ പോയി ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വെച്ച് നമ്മൾ മെയിനായിട്ട് ഈ ഫാം ഹൗസിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് ഗൈസ്. സ്വിമ്മിംഗ് പൂൾ ഈ ഒരെണ്ണം പ്രതീക്ഷിച്ച് മാത്രമാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നല്ല രീതിക്ക് തന്നെ മുതലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്വിമ്മിംഗ് പൂളിൽ. നല്ല ഉച്ചയ്ക്ക് നല്ല നട്ട വെയിലായിരുന്നു കേട്ടോ. നമ്മളെ കൂടാതെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ശേഷം പൂള് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 11:30 ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വേറെയുള്ള ഫാമിലിയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം നാശാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ കാലത്ത് തന്നെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് താഴോട്ട് കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പുട്ടി പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഫോട്ടോസ് നല്ല ഭംഗിയിൽ അങ്ങോട്ട് കിട്ടില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം നമ്മൾ നേരത്തെ കാലത്ത് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയപ്പോൾ നല്ല പ്രത്യേകിച്ച് അടിപൊളിയായിട്ടുള്ളൊരു ടർഫ് അങ്ങനെയായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രൗണ്ടായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ട് പിന്നെ പൂളേരി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ നേരെ പൂളിലേക്ക് ചാടിയിട്ടാൽ അവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഗായ്സ് ഭയങ്കര ഒന്നൊന്നര വൈബായിരുന്നു. നമ്മൾ ശരിക്കും നമ്മുടെ സ്കൂൾ കാലഘട്ടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത്ര എൻജോയ് ചെയ്തു. കുട്ടികളും മക്കളും പ്രാരബ്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഇപ്പോഴും നമുക്കൊരു 100 വർഷം ഓർത്തിരിക്കാനുള്ളൊരു മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആയിട്ടാണ്. നമ്മൾ നല്ല പൂളിലൊക്കെ കളിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയിട്ടുണ്ട്.
പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ പറയണ്ടല്ലോ, അത് മറ്റൊരു വികാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചാടിക്കേറി ഉൺമേശയിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. 2 പേര് ചിക്കൻ ബിരിയാണിയും ബാക്കി നമ്മൾ 3 പേര് സദ്യയായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യ മാത്രമല്ല, നോൺ വെജ് സദ്യ കൂടെയാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പൊരിച്ചതും ചിക്കൻ പൊരിച്ചതും അടിപൊളിയായിട്ടുള്ള ഉപ്പേരികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ ഇരുന്നേ. ബിരിയാണിയുടെ കാര്യം പറയാനില്ല, അതേപോലെ തന്നെ നല്ല ഒന്നിനൊന്ന് മെച്ചായിട്ട് നിൽക്കുന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ. ഫുഡിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. മീൻകറി ആയിരുന്നു, പിന്നെ അവിടെ തന്നെ ഉണ്ടായി അവരെന്നെ തീറ്റിട്ട് കൊടുത്ത് വളർത്തി നമ്മൾ തിന്നുന്ന മീനായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു. ഫുഡിന്റെ റിവ്യൂ ഒക്കെ പറയാൻ ഇതേപോലെ ബെസ്റ്റ് ആണ് കേട്ടോ. ഞാനും ഫുഡിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ്, നല്ല ആസ്വദിച്ച് കഴിച്ചു എന്ന് തന്നെ വേണം പറയാന്. ഞാനൊന്നും അധികം ചോറൊന്നും അധികം കഴിക്കില്ല, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഒരുപാട് കഴിക്കട്ട. അങ്ങനെ ഒരുപാട് കഴിച്ച് മുതലാക്കിയൊരു ദിവസമായിരുന്നു. നല്ല രീതിക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എണീറ്റൊന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ഉറങ്ങിയാൽ മതി, കിടന്നാൽ മതി എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളും കൂടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആക്ടിവിറ്റീസിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയസ്സാം കാലത്ത് ഇതൊക്കെ വേണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. എന്നാലും നമുക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം കാണുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പം നമ്മൾ ഈ ഒരു കയാക്കിങ്ങിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഞാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേണ്ട സമയത്ത് തലയിൽ ബുദ്ധി ഉദിക്കില്ല എന്ന് പറയില്ല, അങ്ങനെയായിരുന്നു. നമുക്ക് ഗൈഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് തുഴയെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് തുഴയുന്നു, അങ്ങോട്ട് തുഴയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തുഴയുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കരക്കടുപ്പിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെ തുഴഞ്ഞ് അവസാനം കരക്കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ വീടെടുത്തുന്നത് ഇവളാട്ടാ. ഇവളെങ്കിലും നേരെ ചെയ്യുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവൾ അത്രയും ചെയ്തില്ല. അവൾ ഇത് ഇങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതേ പോട്ടർ വർക്കിനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്തില്ല കേട്ടോ. എൻ്റെ കയ്യിൽ മണ്ണ് പറ്റിക്കഴിഞ്ഞു വെച്ചാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല. ഈ ഒരു സാധനം അവൾ ആ ചേച്ചിയുടെ ഹെൽപ്പോടെ ഉണ്ടാക്കിയതാണ്. ഞാൻ കരുതി മിഷൻ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും അടിപൊളിയായി ഞാൻ കയ്യിൽ ഉണ്ടാക്കുന്നൊക്കെ കേട്ടോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അവൾ ആ സാധനം തൂക്കി പിടിച്ച് വെക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മളിതേ കുറച്ച് വലിയ ആക്ടിവിറ്റീസൊക്കെ ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതേ ഒരു തലയിലൊരു കവറൊക്കെ ഇട്ട് ഹെൽമെറ്റ് കിറ്റൊക്കെ ഇട്ട് സേഫ്റ്റിക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സേഫ്റ്റിക്കായിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഞങ്ങളെല്ലാവരും പേടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇതൊരു സംഭവം സേഫ്റ്റിക്കുള്ളതുകൊണ്ട് നമ്മളവിടെ ഹാങ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തിൽ മാത്രം നമ്മൾ കയറിപ്പോകുന്നുണ്ടെന്ന് വെച്ചാൽ പങ്ങ് എല്ലാ നല്ല ധൈര്യത്തോടെ ചെയ്യുന്നു വിചാരിക്കും. പക്ഷെ ഇത് എൻ്റെ ഫ്രണ്ടിൽ പോകുന്നവളില്ലേ, അവൾ എന്നെ ട്വിസ്റ്റ് ചെയ്തു. അവൾ പേടിച്ചിട്ട് എന്നെ ഫ്രണ്ടിലോട്ട് വിട്ടുവിട്ടു. അപ്പോൾ എനിക്ക് എന്ത് ധൈര്യം കിട്ടിയെന്ന് അറിയില്ല. ഞാൻ തന്നെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിത്തീരണം എന്നുള്ളൊരു ലക്ഷ്യം. അപ്പോൾ നമുക്ക് 11 ലെവലാണ് ഇട്ടുണ്ടായിട്ടുള്ളത്. അപ്പം എങ്ങനെയൊക്കെയോ ചാടി മറിഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് ബോഡി പെയിൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് ഭയങ്കരമായിട്ട് പെയിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കയ്യും കാലും എല്ലാം ഭയങ്കര പെയിനായിരുന്നു. കിടന്ന ശേഷം എണീക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്കും പെയിനായിരുന്നു നമുക്ക്. പ്ലാൻ ചെയ്ത് എങ്ങും എത്താതെ അവസാനം ഇത് എവിടെ വരെ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഗൈസ്. 2 പെറ്റാൽ എന്താ, അങ്ങോട്ടാടുന്നു ഇങ്ങോട്ടാടുന്നു. എന്നാലും നമ്മൾ എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയ ശേഷമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത്. എന്നാലും നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റിയ അവസരം ഒന്നും പാഴാക്കില്ല കേട്ടോ. നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കരക്കടിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവസാനം 11 ലെവലും കഴിഞ്ഞ് ഞാനാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്ഷീണമായിരുന്നു കേട്ടോ. ഒന്ന് വന്ന് ഇരുന്ന ശേഷം പിന്നെ പോകുന്ന പ്രസരിപ്പൊന്നും ഇല്ല കേട്ടോ. വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രസരിപ്പൊന്നും നമുക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഭയങ്കര ക്ഷീണിച്ച് ടയേർഡായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ടൈം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ചായയും കുടിച്ച് കടിയൊക്കെ കഴിച്ച് നേരെ നമ്മളെ പിരിയാനുള്ള സമയത്തുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര വിഷമത്തോടെയാണ് പിരിയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് അടുത്ത് കാണാം. ബൈ.